നമുക്കേ ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഈച്ച ശല്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചക്ക മാങ്ങയുടെ സീസൺ കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ഈച്ചകൾ ഇപ്പോൾ നമ്മൾ മാങ്ങ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് അതിന് പുറമെ ഈ മഴയും കൂടി ആയതോടുകൂടിയിട്ട് ഈച്ചകൾ തല്ലി കളഞ്ഞാൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കുറേ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ നമുക്ക് ഈച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ, ചെറിയൊരു പേപ്പർ പോലെ നമ്മൾ മുൻപ് ഏതൊക്കെ എലീനെയൊക്കെ പിടിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഏകദേശം സെയിം തന്നെ അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. 20 രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത്. ഇപ്പോൾ ഒരുവിധം ഇവിടെയുള്ള ഒരുവിധം കടകളിലൊക്കെ ഇപ്പോൾ എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫ്രൂട്ട്സിൻ്റെ ഷോപ്പൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ഈച്ചയാണ്, അതേപോലെ ഹോട്ടലുകൾ. അപ്പോൾ നമ്മളത് പറഞ്ഞ് വാങ്ങിച്ചു. നമ്മുടെ ഇവിടെ വലിയ രീതിയിലില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഈച്ചകളൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിലും അതേപോലെ ഫ്രൂട്ട്സ് ഷോപ്പിലൊന്നും കാണുന്ന അത്രയ്ക്കില്ല, എന്നാലും അത്യാവശ്യം ഈച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു വരണം. അപ്പോൾ ഞങ്ങൾ അതൊന്ന് നമുക്കത് നോക്കാം, അതെങ്ങനെയാണ് ഉപയോഗിക്കുക, പിന്നെ അത് മാത്രമല്ല എത്രത്തോളം ഈച്ചനെ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതാണ് സംഭവം. ഹോം റെമഡീസ് ഫ്ലൈ സ്റ്റിക്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് 2 പേജായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഉള്ളിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഗ്ലൂ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മെത്തേഡ് ഓഫ് യൂസ് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് നമുക്ക് ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. 20 രൂപയാണ് ഇതിന് വരുന്നത്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. നല്ല പശയുണ്ട് കേട്ടോ, നല്ല ടൈറ്റാണ് ഓപ്പൺ ചെയ്യുമ്പോൾ. നമുക്ക് താഴെ നിന്ന് വെച്ച് നോക്കാം. ഹോളിലാണ്. നേരത്തെ ഹോളിൽ വെച്ചപ്പോൾ നമുക്ക് ഈച്ചനൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അത് പുറത്തേക്കൊന്ന് വെച്ചു. പുറത്തേക്ക് വെച്ചപ്പോൾ കുറേശ്ശെ വന്ന് അതിൽ പെടുന്നുണ്ട്. നമുക്ക് ഈ ഈച്ചകൾ വരുന്ന ഏരിയ മാറ്റി വെച്ച് നോക്കി നോക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ നിന്ന് മാറ്റി നമ്മൾ വേറെ കുറച്ച് ഈച്ചകളൊക്കെ വേറെ ഏരിയയിൽ കണ്ടപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെ വെച്ചപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പെട്ട ഈച്ചയാണ്. രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മഴക്കാലത്തും അതേപോലെ തന്നെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണിത്. എന്തായാലും നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി നോക്കാം എത്രത്തോളം ഈച്ച കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതാണ് ഇത്ര നേരം വെച്ചിട്ട് നമുക്ക് കിട്ടിയത് ഇത്ര ഈച്ചയാണ്.